ലിജോ റോളൻസിലേക്കാണ് നേരത്തെ നമ്മൾ കണ്ടതാണ്. വേലിക്കകത്ത വീട്ടിൽ, തിരുവനന്തപുരത്തെ വേലിക്കകത്ത വീട്ടിൽ നിരവധി ആളുകൾ എത്തുന്നുണ്ട്. പലരും കണ്ണീർ പൊഴിച്ചുകൊണ്ട് മടങ്ങുന്നുണ്ട്. പലരും അദ്ദേഹത്തെ ഓർമ്മിക്കുന്നുണ്ട്. അവരുമായി ബന്ധപ്പെട്ട ജീവിത സംഭവങ്ങളൊക്കെ ഓർത്തെടുക്കുന്നുണ്ട്. അങ്ങനെ വികാര നിർമ്മരമായ രംഗങ്ങൾ കൂടിയാണ് ഇപ്പോഴും വീട്ടിലും അരങ്ങേറുന്നത്. ഇനിയിപ്പോൾ ദർബാർ ഹാളിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ പൊതുജനങ്ങളും അദ്ദേഹത്തെ കാണാനെത്തും എന്നുള്ളത് കൂടിയാണ്. എന്തായാലും ലിജോ 9 മണിയോടുകൂടെ തന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണോ ക്രമീകരണങ്ങളൊക്കെ നടക്കുന്നത്? ജിൽസി, നിലവിൽ VSന്റെ മൃതദേഹം 9 മണിയോടുകൂടെ ഇവിടെ നിന്നും ഇറക്കി ദർബാർ ഹാളിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുപോകാനുള്ള ഒരു ക്രമീകരണം തന്നെയാണ് ഒരുക്കുന്നത്. പക്ഷേ ആളുകൾ കൂടുതലായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും ഒരു ക്രമീകരണം? അതായത് വാഹനം ഉൾപ്പെടെ ഇവിടേക്ക് എത്തുന്ന ആ സമയം വരെ എത്തുന്ന ആളുകളെ മാത്രമായിരിക്കാം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അത്തരത്തിലുള്ള ഒരു ക്രമീകരണം തന്നെയാണ് എടുക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ട ഒരു വ്യക്തിയുണ്ട്. അപ്പോൾ രാഷ്ട്രീയ ഭേദമന്യുള്ള നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നത്. ചേട്ടാ, എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കൊല്ലം പരവൂര് അതിരാവിലെയുള്ള ഗുരുവായൂർ ചെന്നൈ ട്രെയിനിലാണ് എത്തിയത്. ഞാൻ പരവൂർ ടൗൺ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റാണ്. കേസിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു പോരാളിയായിരുന്നു. ഒരു ആവേശം കൊണ്ട് വന്നതാണ്. കാര്യം മതികെട്ടാമലയിലെല്ലാം പോയി ഈ 17 വയസ്സുള്ളപ്പം മതികെട്ടാമലയെല്ലാം പോയി ആ മലകളെല്ലാം കയറി ആ സഖാവിൻ്റെ വീര്യം അവസാനം അന്ത്യകർമ്മം ഒന്ന് കാണാൻ വേണ്ടി ഞാൻ അതിരാവിലെയുള്ള ട്രെയിനിൽ വന്ന് ആളും തിരക്കെല്ലാം ഉണ്ട്. പക്ഷേ നല്ല വൃത്തിയായിട്ട് കാണാൻ കഴിഞ്ഞു. ജിൽസി അത് തന്നെയാണ്, കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലം പ്രസിഡന്റാണ് ഇപ്പോൾ പറയുന്നത്. അദ്ദേഹം പറയുന്നത് തന്നെയാണ്, VS എന്ന് പറയുന്ന ഒരു പോരാളി തൻ്റെ പ്രായത്തെ വെല്ലുന്ന തരത്തിലായിരുന്നു ഒരു പോരാട്ടം നടത്തിക്കൊണ്ടിരുന്നത്. നിലപാടുകൾ എന്ന് പറയുന്നത് VSനെ സംബന്ധിച്ചിടത്തോളം എന്ത് വന്നാലും മാറ്റമില്ലാതെ ഉറച്ചു നിന്ന ഒരു വ്യക്തിയായിരുന്നു. അതുതന്നെയാണ് രാഷ്ട്രീയ ഭേദമന്യേ നിരവധി ആളുകളെ VSലേക്ക് അടുപ്പിക്കുകയും ചെയ്ത ഒരു പ്രധാന കാര്യമെന്ന് പറയുകയും ചെയ്യുന്നത്. എവിടുന്നാണ് വരുന്നത്? പാലക്കാട് നിന്ന് വരുന്നത്. എപ്പോഴെത്തി? കാലത്ത് 4:30. ഒരു നൂറ്റാണ്ട് വിട വാങ്ങുകയാണ്. ഒരു നൂറ്റാണ്ട് വിട വാങ്ങുമ്പോൾ 1000 നൂറ്റാണ്ടിലേക്കുള്ള സംഭാവനകൾ നൽകിക്കൊണ്ടാണ് VS നമ്മെ വിട്ട് പിരിഞ്ഞിട്ടുള്ളത്. ഒരു ഭൗതിക ശരീരം മാത്രമേ വിട്ട് പിരിയുന്നുള്ളൂ. പ്രത്യേകിച്ചും പാലക്കാട്ടുകാർക്ക് ഇനി അനേകായിരം പുതുതലമുറകൾക്കും വഴികാട്ടിയാവാൻ വലിയൊരു പാഠപുസ്തകം തന്നിട്ടാണ് VS. പാലക്കാടിനെ സംബന്ധിച്ചും നിരവധി ഓർമ്മകളുണ്ടല്ലോ. തീർച്ചയായും ഒരുപാട് ഓർമ്മ. ഇനിയും ഒരു കാലഘട്ടം കൂടി എനിക്ക് കൂടി ജനിക്കേണ്ടിയിരിക്കും ഈ VSനെ കുറിച്ച് കൃത്യമായി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഈ പാലക്കാടെന്നൊക്കെ, അതായത് ഈ വിവരം അറിയുന്ന സമയത്ത് തന്നെ പ്രവർത്തകർ ഇവിടേക്ക് ഓടിയെത്തുകയായിരുന്നു. അതായത് ഈ പാലക്കാടെന്നൊക്കെ പറയുമ്പോൾ VSന്റെ സമരച്ചൂട് വളരെയധികം അറിഞ്ഞ സ്ഥലങ്ങളിലൊന്നാണ് പാലക്കാടെന്ന് പറയുന്നത്. മാത്രമല്ല പല സ്ഥലങ്ങളിൽ നിന്നും നിരവധിയായിട്ടുള്ള ആളുകളിലേക്ക് ഇവിടേക്ക് എത്തുന്നു. ഇപ്പോഴും വരുന്ന ആളുകൾക്ക് വളരെ വേഗം തന്നെ കണ്ടു മടങ്ങുന്നതിന്, അതായത് മറ്റ് ഇവിടെ ബുദ്ധിമുട്ടുകളുണ്ടാതെ വളരെ വേഗത്തിൽ തന്നെ കണ്ടു മടങ്ങുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വീട്ടിൽ 9 മണി വരെ വീട്ടിലേക്ക് എത്തുന്ന ആരെയും നിരാശരാക്കി മടക്കി അയക്കില്ല. അതിനുശേഷം ഇവിടെ നിന്ന് വളരെ വേഗത്തിൽ തന്നെ ദർബാർ ഹാളിലേക്ക് പൊതുദർശനത്തിന് വേണ്ടി കൊണ്ടുപോകും. പുതിയ തലമുറയ്ക്ക്